DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രവീൺ കുമാർ, ഇതിപ്പോൾ ഒരു 8 പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. അങ്ങനെ 8 പേരിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? ഈ സ്ഫോടക വസ്തു എറിഞ്ഞതിന്റെ ഉത്തരവാദിത്തം കൂടി ഈ 8 പേരുടെ തലയിൽ കിടക്കുമോ? ഇപ്പോൾ പേരാമ്പ്രയിൽ നടക്കുന്നത് പോലീസിന്റെ തമ്മാടിത്തരമാണ്. അതായത് 8 പേരെ അറസ്റ്റ് ചെയ്തു. 20ഓളം പ്രവർത്തകരുടെ വീട്ടാണ് റെയ്ഡ് നടത്തിയത്. എന്താ കുറ്റെന്നറിയോ? സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന്. ആരാണ് എറിഞ്ഞത്? എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അവിടെ MP അടിച്ചു, മൂക്കിന്റെ എല്ല് പൊട്ടിച്ചു, അദ്ദേഹം സർജറി കഴിഞ്ഞു. പോലീസ് ഗ്രനേഡ് ആക്രമണത്തിൽ നിയാസ് എന്ന ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുമോ എന്ന് ഇപ്പോഴും ആശങ്കയിലാണ്. നിരവധിയായ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഞങ്ങൾ ഇരകളാണ് അവിടെ. ആ ഇരകളായ ഞങ്ങളുടെ പേരിൽ വലിയൊരു കുറ്റം ചുമത്തി കേസെടുത്തിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പേരാമ്പ്രയിൽ നടക്കുന്നത് പോലീസ് തമ്മാടിത്തരമാണ്. അത് മാത്രവുമല്ല, ഇത് MP-ക്കെതിരെ ഉണ്ടായ അക്രമം, UDF പ്രവർത്തകരുടെ അക്രമം, ആ അക്രമത്തിൽ ഉണ്ടായ സമൂഹത്തിൽ വന്ന പ്രതിഷേധത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കൊണ്ട് നടത്ത കാര്യങ്ങൾ ഒന്ന്. രണ്ടാമത്, ഇതിൽ കുറ്റക്കാരാണ് പോലീസാണെന്ന് SP തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് ഒരു CPM-ന്റെ നേതാവാണ്. ആ നേതാവിന്റെയും പാർട്ടിയുടെയും തിരക്കഥയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പേരാമ്പ്രയിലെയും റൂറലെയും പോലീസ് ഇപ്പോൾ. അതുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ന് ഞങ്ങളുടെ ശബരിമല ജാഥ കോഴിക്കോട് ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രത്യേക സമരം വെക്കുന്നില്ലെങ്കിലും അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇതിൽ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല. പ്രതിഷേധ റാലിയൊക്കെ അവിടെ നടക്കാൻ പോവുകയാണ് ശ്രീ പ്രവീൺ. LDF എന്താ കാര്യം? ഞങ്ങൾ പോലീസ് തമ്മിൽ തർക്കം. എന്റെ ചോദ്യം അതല്ല. LDF എന്തിനാ പ്രതിഷേധിക്കുന്നത്? LDF അനീസ് തുടരുന്നുണ്ടോ? അനീസ് കേൾക്കാം. ചോദിക്കും. യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽഖിഫിൽ ചേരുകയാണ്. ദുൽഖിഫിൽ, പേരാമ്പ്ര സംഘർഷത്തിലാണ് ഇപ്പോൾ 7 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തു കൊണ്ടുവന്നതുമൊക്കെ ബന്ധപ്പെട്ടാണ് നടപടി എടുത്തിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പോലീസ് നടപടി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെമ്മാടിത്തരമാണ്. കാരണം MP ആക്രമിച്ച കേസിലെ പ്രതികളെ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂമെന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ശ്രീ സാഫി പറമ്പിന്റെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സജീർ ഉൾപ്പെടെ, അഡ്മിറ്റ് ചെയ്യപ്പെട്ട സജീർ ഉൾപ്പെടെ, അതായത് ഷാഫി പറമ്പിൽ ഒരു ഭാഗത്തും സജീർ മറുഭാഗത്തും കിടന്ന ഫോട്ടോയും വീഡിയോസും അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സജീറിനെ ഒരൊറ്റ ഒരു തീവ്രവാദി ആക്രമിക്കുന്നത് പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് അടിയന്തര സാഹചര്യമാണ് പേരാമ്പ്രയിലുള്ളത്? പേരാമ്പ്രയിലെ ജനപ്രതിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അങ്ങേയറ്റം പ്രതിരോധത്തിൽ നിൽക്കുമ്പോ ഇന്ന് വിശ്വാസ സംരക്ഷണ ജാഥ കോഴിക്കോടെത്തുമ്പോ K മുരളീധരന്റെ ജാഥ കോഴിക്കോടെത്തുമ്പോ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി പോലീസ് ബോധപൂർവം വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത UDF പ്രവർത്തകന്മാരെ വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് എവിടത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഞങ്ങൾ ഒരു കാര്യം കൃത്യമായി പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഭരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഓർത്ത് കളിച്ചാൽ അവർക്ക് നല്ലത് എന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്.